എല്ലാവരെയും അൻപകലുന്നോ എന്ന ഈ കമ്പാഷനേറ്റ് കോൺവെർസേഷൻ്റെ സെഷനിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും കമ്പാഷനേറ്റ് കോൺവെർസേഷൻസ് എന്ന ക്യൂരിയോസിൻ്റെ 4ാമത്തെ സ്റ്റേജിലെ മൂന്നാമത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ദിവസേന പത്രത്തിലെ വാർത്തകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പലപ്പോഴും നമുക്ക് ഭീതിജനകമായൊരു വാർത്തകൾ കാണുന്നൊരവസ്ഥയായിരിക്കും. ആഗോളതലത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ യുക്രൈനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ പലതരം സംഘർഷങ്ങൾ നടക്കുന്നു, പലസ്തീനിൽ പലതരം സംഘർഷങ്ങൾ നടക്കുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ പല രീതിയിലുള്ള അക്രമങ്ങളും അനിഷ്ട സംഭവങ്ങളും സംഭവിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലും അതിൻ്റെ ഇടയിലും നമ്മൾ കമ്പാഷൻ കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ഒരവസരത്തിലും അശുഭ വാർത്തകൾ മാത്രമാണോ നമുക്ക് കൂടുതലും കാണാൻ ലഭിക്കുന്നതെന്നുള്ളതും ഒക്കെയും കൂടി ഡിസ്കസ് ചെയ്യാമെന്നും അതും കൂടി ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ സെഷൻ്റെ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നജീബിക്കാണ്. അദ്ദേഹം ശ്രീ നജീബ് കുറ്റിപ്പുറം നമുക്കേറെ എല്ലാവർക്കും സുപരിചിതനായ ഒരു പൊതുപ്രവർത്തകനാണ്. ഇല കുറ്റിപ്പുറം എന്ന ഒരു സന്നദ്ധ സംഘടനയുടെ സ്ഥാപകനാണ് അദ്ദേഹം. ഇല എന്ന സംഘടനയുടെ പൂർണ്ണ നാമം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലവ് ആൻഡ് അഫെക്ഷൻ എന്നാണ്. അതുവഴി തന്നെ പാലിയേറ്റീവ് കെയർ ആയാലും സൗജന്യമായിട്ട് ഡയാലിസിസ് ആയാലും പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായാലും ആരോഗ്യമില്ലാത്തവർക്കുള്ള താമസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായാലും പഠനം പാതി വഴിക്ക് നിലച്ചു പോയിട്ട് പിന്നെ മുന്നോട്ട് എന്തെന്ന് അറിയാതെ അലയുന്ന കുറേ കുട്ടികൾക്കുള്ള തുടർ പഠനത്തിനുള്ള കാര്യങ്ങളായാലും അങ്ങനെ ഒരുപാട് പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹം. നമ്മൾ സുഡാനി ഫ്രം നൈജീരിയ അടക്കം പല സിനിമകളിലും അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും ഒരു കാറിലോ അങ്ങനെ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ പോലും നമ്മുടെ കൂടെ നമ്മുടെ കാതിലൂടെ എപ്പോഴും എത്തുന്ന ഒരു മാധ്യമമാണ് FM റേഡിയോ. അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല, അതിൽ കൂടി മാത്രം പരിചയപ്പെടുത്തേണ്ട ആളല്ല, എന്നാലും പറയാണ് 93.5 റെഡ് FM-ലെ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസറും RJ-യുമാണ്. RJ മനു നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ പാലിയേറ്റീവ് IPM-ന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളോടും വളണ്ടിയർ പ്രവർത്തനങ്ങളോടും എപ്പോഴും സൗഹാർദ്ദപൂർവ്വം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, കഴിഞ്ഞ ഓണപരിപാടിക്കൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുകയും നമ്മുടെ എല്ലാ ഓണത്തിനും നമ്മുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുകയും അതിൻ്റെ എല്ലാ പ്രചരണങ്ങൾക്കും നമുക്ക് സഹായകരമായിട്ട് ചെയ്തിട്ടുള്ള നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് 1 മണിക്കൂറോളമാണ് ഈ സെഷൻ എന്നെ സമയം അനുഭവിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരിൽ നിന്നും നമുക്ക് അഭിപ്രായങ്ങളും അവർക്ക് നമ്മളോട് സംസാരിക്കാനുള്ള സംവദിക്കാനുള്ള കാര്യങ്ങളും കേട്ടതിന് ശേഷം നമുക്ക് അവരോട് ചോദിക്കാനുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ചോദിക്കുന്ന രീതിയിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നജീബിലേക്ക് തന്നെ പോവാം. നജീബ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് അശുഭ വാർത്തകൾ അങ്ങനെ കാണുക എന്നുള്ളത്. ലോകം മുതലും പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നു, ജാതിയുടെ പേരിലും മറ്റുമായിട്ടുള്ള മതത്തിൻ്റെ പേരിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലും നമ്മൾ കമ്പാഷൻ, കരുണാർദ്രത അല്ലെങ്കിൽ സഹജീവി സ്നേഹം അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകതയും അങ്ങനെ ഉള്ള സൂചനകൾ നമ്മൾ കാണുന്നുണ്ടോ, അതിന് നമുക്ക് അവസരങ്ങളുണ്ടോ എന്നുള്ളതും നമുക്ക് ചർച്ച ചെയ്യാം. ശരിക്കും IPM-ൽ ഈ നടക്കുന്ന പരിപാടി തന്നെ നമ്മുടെ ഈ ക്യാപ്ഷന് ചേർന്നത് ക്യാപ്ഷനായിട്ട് അതിന് ബന്ധമില്ലെന്ന് എനിക്ക് തോന്നണം. അൻപ് കൂടുകയാണ് ചെയ്യുന്നത്. ഒരു 10-15 കൊല്ലം മുമ്പ് വീൽ ചെയറിലുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരാനൊന്നും ആരും ഉണ്ടായിട്ടില്ല. ഹോട്ടലുകളിലും സിനിമാ ടാക്കീസിലൊന്നും വീൽ ചെയർ കയറാനുള്ള റാമ്പുകൾ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇതുപോലുള്ള രോഗികളെ ശുശ്രൂഷിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. കിടപ്പിലായ മനുഷ്യരെ അടുത്ത് പോയി ഇരിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ അത് പ്രചരിപ്പിക്കുന്നിടത്ത് എവിടെയോ പ്രശ്നം വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ ഉദാത്തമായ ഒരു ചിന്തയുടെ പുറത്ത് സംഭവിക്കുന്നതായതുകൊണ്ട് എല്ലാ കാലത്തും നന്മകൾ പറയാൻ അത് പ്രചരിപ്പിക്കുന്ന സംഗതിയായിട്ട് വരാറില്ല യഥാർത്ഥത്തിൽ. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് കുറച്ച് ആളുകളായിട്ട് ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയതാണ്. രാവിലെ ഒരു 9:30 മണിയായപ്പോൾ ഒരു മോൾ എന്നെ വിളിച്ചു. 25 വയസ്സായ ഒരു മോൾ എന്നെ വിളിച്ചിട്ട്
നജീബ് ഖാൻ, വളാഞ്ചേരിയിൽ റോഡ് സൈഡിൽ ഒരു നായ ചോര വാർന്ന് പാതി ജീവനായിട്ട് കിടക്കുകയാണ്. അതിനെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഇവള് കരയാൻ തുടങ്ങി ഫോണിൽ. ഞാൻ സത്യത്തിൽ ആകെ നെട്ടിപ്പോയി. എത്രയോ നായകൾ നമ്മൾ നായയും പട്ടിയും പൂച്ചയൊക്കെ വാഹനങ്ങൾ കയറിയിട്ടോ അല്ലാതൊക്കെ കിടക്കുമ്പോഴും 25 വയസ്സായ ഒരു മോള് ഒരു നായയെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ കരുണയും ആർദ്രതയും സ്നേഹമൊക്കെ കുറയുകയല്ല, കൂടുകയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കുറഞ്ഞ ശതമാനം ആളുകളുടെ ഇടയിൽ ഇതുണ്ടാവും. ഇപ്പം അടുത്തൊരു ഡിസ്കവറി ചാനലിൽ ഞാനൊരു ചെറിയ വീഡിയോ കണ്ടു. ഒരു സിംഹം ഒരു മാനിനെ ഇങ്ങനെ വേട്ടയാടി പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാൻ നേരെ ചെല്ലുന്നത് ഒരു കടുവയുടെ മുന്നിൽ പോയി പെടുകയാണ്. ഈ കടുവ അതിൻ്റെ കാലിനിടയിലേക്ക് ഈ മാനിനെ അകത്തേക്ക് കയറ്റി ഇങ്ങനെ നക്കി സമാധാനിപ്പിക്കുന്ന ഒരു വീഡിയോ കാണുകയാണ്. ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾ പറയുന്ന യുദ്ധവും അല്ലെങ്കിൽ എന്നും പ്രതിസന്ധികളൊക്കെ പറയുന്ന മീഡിയകളിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴും നല്ല നല്ല വാർത്തകൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 10% മനുഷ്യർ അല്ലെങ്കിൽ കരുണയും ദയൊന്നും ഇല്ലാതെ ഒരു 10% താഴെ ഉണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഈ കടുവയുടെ ഒരു മാനസിക അല്ല ഈ കടുവയുടെ ഒരു തലത്തിലേക്കെങ്കിലും എത്തിപ്പെടുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം കഴിഞ്ഞ ദിവസം വാഴക്കാട് ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു, വെള്ളത്തിൽ മരിച്ചു. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ സംഭവിച്ചതാണ്, മലപ്പുറം ജില്ലയിലെ ബോർഡറിൽ. യഥാർത്ഥത്തിൽ അധ്യാപകനാണ് അതിന് കാരണക്കാരെന്ന് പറയുമ്പോൾ മിനിമം അത്ര മനുഷ്യർ ഈ കടുവയുടെ തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അല്ലാതെ അൻപ് അകലുന്നില്ല, വലിയ പ്രതീക്ഷ തന്നെയാണ്. 4 വയസ്സായൊരു കുട്ടി അവരുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടി അവരുടെ കോലായിലിരുന്ന് ചായ കുടിക്കുകയാണ്. കോലായിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, ചായ എടുത്ത് വെച്ചിട്ടുണ്ട് അകത്ത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും വരിയെന്ന് പറഞ്ഞു. എല്ലാവരും അകത്തേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ ഈ 4 വയസ്സായ കുട്ടി പെട്ടെന്ന് ഇരുന്ന കസാരയിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് പുറത്തേക്ക്. അപ്പം നീ എങ്ങോട്ടാ പോയി എന്ന് ചോദിച്ചു. പെട്ടെന്ന് തിരിച്ചു വന്ന കുട്ടിയോട് ചോദിച്ചപ്പോൾ ഞാൻ ഉറുമ്പിന് വെള്ളപ്പം കൊടുക്കാൻ പോയതാണെന്ന് പറഞ്ഞു. അപ്പം 4 വയസ്സായ കുട്ടി കോലായിലിരുന്ന് സംസാരിക്കുമ്പോൾ ഉറുമ്പും കൂട്ടത്തെ കാണുകയും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ആ ഉറുമ്പിന് ഭക്ഷണം കഴിക്കണം എന്ന് ബോധ്യമുള്ള 4 വയസ്സായ കുട്ടിയുടെ അടുത്ത തലമുറയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നജീബ് പറഞ്ഞ പോലെ അതിനിടയിലും പല നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടെന്നും സൂചനകളും അടയാളങ്ങളും കാണുന്നുണ്ടെന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് ആണ് നജീബ് ഖാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ മനോട്ടിന് എന്താണ് അതിൽ അഭിപ്രായം പറയാനുള്ളത്? നമ്മൾ ഇപ്പോൾ ഉള്ളൊരു കാലത്ത് നമ്മൾ കൂടുതൽ കമ്പാഷന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു കാര്യം കൂടി അതിൻ്റെ രീതിയിൽ നമ്മൾ പറഞ്ഞു വെക്കേണ്ടതില്ലേ? നമ്മൾ ഇത്രയും ശുഭവാർത്തകൾ അതിൻ്റെ ഇടയിൽ കൂടി കേൾക്കുമ്പോൾ നമ്മൾ അതിനെ കവച്ചു വെക്കാൻ അകലുന്നില്ല. ഞാനൊരു കുഞ്ഞു കാര്യം പറയാം. വളരെ എന്താ പറയുക, ഞാൻ പറയുമ്പോൾ തന്നെ എനിക്കത് സംഭവം ഇച്ചിരി നാണക്കേടാണ്, എന്നാലും പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം, നമ്മുടെ കോഴിക്കോടുള്ളൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. അപ്പം ഈ മൊബൈൽ അഡിക്ഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാനും ഇത് ഭയങ്കര ഒരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക, അങ്ങനെ ഒരു സാധനമുണ്ട്. അതെൻ്റെ തന്നെ പല സുഹൃത്തുക്കളെടുത്തായിരിക്കും ഞാൻ ചാറ്റ് ചെയ്തുകൊണ്ടിട്ടുണ്ടാവുക. ഇതിപ്പോൾ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇലയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പേരി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് മുന്നിലുള്ള ആളുടെ ഇലയിൽ ഞാൻ ഉപ്പേരി എടുത്ത് കഴിച്ചു. എനിക്കിത് സത്യം പറഞ്ഞാൽ ഇത് എൻ്റെതാണെന്ന വിശ്വാസത്തിലാണ് ഞാൻ കഴിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാണ് ഞാൻ അയാളിങ്ങനെ നോക്കുന്നത്. അപ്പോൾ ആള് ചിരിച്ചുകൊണ്ട് സാരില്ല. ശരിക്കും ഒരു ബന്ധമില്ലാത്ത ഒരാളുടെ ഒരു സ്നേഹം അത്. അപ്പം അങ്ങനെ മനസ്സിൽ അത് വേണമെങ്കിൽ അയാൾക്ക് അപ്പം പറയാം. കാരണം അയാളുടെ ഇലയിൽ നിന്ന് ഞാനെടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ അയാൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം, നിങ്ങൾ ഈ മൊബൈലിൽ തോണ്ടി കഴിച്ചിട്ടില്ലേ എന്ന്. പക്ഷെ അയാളൊന്നും പറഞ്ഞില്ല. അയാൾ വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് സാറില്ല, ഇതൊക്കെ നമ്മൾ
മനുഷ്യന്മാരല്ലേ. അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ ഈ അൻപ് അതൊന്നും പോകുന്നില്ല എന്ന് തോന്നും. എന്നാൽ യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇന്ന് രാവിലെ തന്നെ നമ്മൾ വാർത്ത കേൾക്കുന്ന സമയത്തൊക്കെ നമ്മൾ കൊയിലാണ്ടിയിലൊക്കെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ളതൊക്കെ കേൾക്കുമ്പോഴാണ് എഗെയിൻ നമ്മുടെ ഉള്ളിൽ തോന്നുക നമ്മൾ മനുഷ്യന്മാർ തന്നെയല്ലേ. നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം ഉറുമ്പിന് വെള്ളപ്പം കൊടുക്കുന്ന കുട്ടീൻ്റെ ഒരു തോട്ട് വരുന്നു. ആ കുട്ടിക്ക് അത്രയും സ്നേഹമുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം സ്വന്തം ചോരയെ അല്ലെങ്കിൽ സ്വന്തം ചോരേനെ പോലും കൊല്ലുന്ന അങ്ങനെയുള്ള സിറ്റുവേഷനും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് സിറ്റുവേഷനാണോ അതിലെ വില്ലൻ, അത് ശരിക്ക് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. മനോട്ടം പറഞ്ഞ കാര്യത്തിനെ കുറിച്ചും ലജീവ്ക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും അതിൽ കൂടെ തന്നെ സംസാരിക്കാം. പിന്നെ മനോട്ടം സൂചിപ്പിച്ചൊരു കാര്യം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതായത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രതിസന്ധികൾ നമുക്ക് ഒത്തുചേരുന്നതിനും നമ്മൾ കരുണാർദ്ദതയും സഹജീവി സ്നേഹമൊക്കെ കാണിക്കാനും എണീറ്റ് നിന്നിട്ട് പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ട് മാറുന്ന, അപ്പം അതിനെക്കുറിച്ചും എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ശരിക്കും ഈ സാഹചര്യങ്ങളാണ് നമ്മളെ ഏതൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. മനുഷ്യൻ വളരെ സങ്കീർണത അനുഭവിക്കുന്ന ഒരു ജീവിയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ ഉള്ളിൽ കരുണയും ദയയും ഒക്കെ ഉണ്ടായിരിക്കുമ്പോഴും അതർ സൈഡ് ദേഷ്യവും കുശുമ്പും എന്താ പറയുക പകയും ഒക്കെ ഉള്ള ഒരു ജീവി തന്നെയാണ് മനുഷ്യൻ. പക്ഷെ ഇതിനെ ബാലൻസ് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കേണ്ടത്. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്നാണ്. ഇപ്പം ഇന്ന് റിലീജിയസ് പറയുകയാണെങ്കിലും മതം പറയുകയാണെങ്കിലും രാഷ്ട്രീയം പറയുകയാണെങ്കിലും ഒക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ കുട്ടികൾക്ക് മാതൃകകളില്ല എന്നുള്ളതാണ്. അവരനുഭവിപ്പിക്കുന്ന സാധ്യതകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണം. അത്തരം സാധ്യതകൾ ഇപ്പോൾ പ്രളയം വരുന്നു അല്ലെങ്കിൽ പിന്നെ കോവിഡ് വരുന്നു, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ മുന്നിലൊക്കെ നയിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിൽ പോലും അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളാണോ മതസംഘടനകളാണെങ്കിലും ഇതിന് മുന്നിൽ നയിക്കുന്നവർ എത്രമാത്രം മാതൃകാപരമായി ജീവിക്കുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. എത്രമാത്രം അനുഭവിപ്പിക്കുന്നവരാണെന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അത് പുതിയ കാലത്തിൻ്റെ കുഴപ്പമായിട്ടല്ല പറയേണ്ടത്. അത് നമ്മൾ ശീലിച്ച് വന്ന ഒരു സാധ്യതയെ, ഒരു സാധനത്തെ, ഒരു സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി ഉള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് മാത്രം. ഇപ്പോൾ IPM എന്തുകൊണ്ട് ഇത്തരം ആളുകൾ വരുന്നു, കുട്ടികൾ വരുന്നു, അവർക്ക് ഇവിടെ സ്പേസ് ഉണ്ട്. അത്തരം സ്പേസുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത്തരം സ്പേസുകൾ ഒരുക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. പിന്നെ നമ്മൾ കമ്പാഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആവശ്യകതയും അത് മറ്റ് രംഗങ്ങളിൽ ആരോഗ്യപരത്തിൻ്റെ അല്ലാത്ത രംഗങ്ങളിലും അത് പറയേണ്ടതിൻ്റെ ആവശ്യകതയും ഡിസ്കസ് ചെയ്യണം, ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പല പല ടോപ്പിക്കുകളിലായിട്ട് പല പല സെഷൻസിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം ചില ആളുകൾക്കിടയിലെങ്കിലും ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടെന്നില്ല. അപ്പോൾ ഒരു മാസ് മീഡിയ പേഴ്സൺ എന്ന നിലയ്ക്ക് മാധ്യമങ്ങൾ സെൻസേഷനലൈസ് ചെയ്ത് വാർത്തകൾ കൊടുക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ അപ്രിയ വാർത്തകൾ കൂടുതൽ ജനശ്രദ്ധയിൽ എത്തുന്നത്, ജനങ്ങളെ ശ്രദ്ധയിൽ കൂടുതൽ എത്തുന്നത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ അങ്ങനത്തെ അത്ര വാർത്തകൾക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നതിൻ്റെ ഒരു കാര്യം ഉണ്ടായിരിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും വളരെയേറെ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഇതിലൊരു തിരുത്തുണ്ട്. വിത്ത് ഓൾ റെസ്പെക്ട്, മാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളോടുള്ള എല്ലാ റെസ്പെക്റ്റോടും കൂടി പറയുന്നു, റേഡിയോ ഈ നെഗറ്റീവ് വാർത്തകൾ കൂടുതൽ കൊടുക്കാത്തൊരു മാധ്യമമാണ്. അത് റേഡിയോ കേൾക്കുന്നവർക്കറിയാം. ഞങ്ങളങ്ങനെയുള്ള നെഗറ്റീവ് വാർത്തകളല്ല, മാക്സിമം മോട്ടിവേഷൻ ഓവർലോഡഡാണ്. ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് ഒരു വഴിക്ക് എത്തിക്കും. അത് ഒരു തരത്തിലും വളരെ ഡൗൺ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ വെറുതെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ കയറ്റി വിടുന്നതാണ് റേഡിയോ. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചിലർ പറയും. പക്ഷേ ഞാനതിനെ പോസിറ്റീവായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പം കോവിഡിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ കോഴിക്കോട് നിന്നുള്ള പല ഡോക്ടേഴ്സും, പേഴ്സണലി പരിചയമുള്ള ഡോക്ടേഴ്സൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ്. അത് ഞാൻ വർക്ക് ചെയ്യുന്ന റെഡ് FM മാത്രമല്ല മറ്റ് റേഡിയോ സ്റ്റേഷൻസ് ആയാലും മാക്സിമം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാറുള്ളതെന്ന്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ ബ്രോ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം
തീർച്ചയായിട്ടും അറ്റൻഷൻ തന്നെയാണ്. കാരണം നമ്മൾ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി എന്നുള്ളത് രണ്ട് തരത്തിൽ ഒരാൾക്ക് ഫെയിം ആവാം അല്ലേ. അത് പോസിറ്റീവായ രീതിയിൽ ഇപ്പം ഒരുപാട് ആളുകളെ സഹായിച്ച് അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവന്നിട്ട് നമുക്ക് ആൾക്കാരുടെ ഇടയിൽ മനസ്സിൽ കയറാം. സെയിം ടൈം ആളെ വെറുപ്പിച്ചിട്ടും മനസ്സിൽ കയറാം. അപ്പം ഈ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് എന്തോ അതിനിപ്പം ഇന്ന ആളൊന്നുമില്ല. അതിന് ഇപ്പം നേരത്തെ നജീംക്ക് പറഞ്ഞ പോലെ നമ്മുടെ ഈ കാലത്തിനെയൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എന്തോ നമ്മുടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിന് ആരാണ് കാരണക്കാർ, എന്താണ് കാരണക്കാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ടുള്ള പഠനമൊക്കെ നടത്തേണ്ടി വരും. പക്ഷെ ഈ നെഗറ്റീവ് സാധനത്തിന് റീച്ച് ഉണ്ട്. ഈ പല മാധ്യമം നേരത്തെ നജീംക്ക് ഇതേ കാര്യം പറഞ്ഞിരുന്നു. അതായത് നെഗറ്റീവ് വാർത്തകൾ ഒരുപാട് പല മാധ്യമങ്ങളും നെഗറ്റീവ് വാർത്തകൾ കാണിക്കുന്നു, പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കുറവാണ്. പണ്ടൊക്കെ നമ്മുടെ ചില ചാനൽസിലൊക്കെ ഈ പോസിറ്റീവ് വാർത്തകൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു സ്പേസ് ഉണ്ടായിരുന്നു അല്ലേ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഇപ്പം ആരെങ്കിലുമൊക്കെ നന്നായിട്ട് ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ചേർന്നിട്ട് ഇപ്പം നമ്മുടെ NSSന്റെ വളണ്ടിയേഴ്സ് ഒക്കെ ചേർന്നിട്ട് അവരുടെ കൂടെയുള്ള ഒരു കുട്ടിക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു, ആ വീട്ടിലെല്ലാവരും കയറുന്നു. അല്ലെങ്കിൽ ഇതുപോലെ പക്ഷിക്കും മൃഗങ്ങൾക്കൊക്കെ വെള്ളം കൊടുക്കുന്നതൊക്കെ നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു 99% മനുഷ്യന്മാരുടെ ഉള്ളിലും ഒരു ചിരി വരും. അത് ഹൃദയത്തിൽ നിന്നുള്ളൊരു ചിരിയാണ്. അത് മുഖത്ത് മാത്രം ഉണ്ടാവുന്ന ചിരിയല്ല, ഹൃദയത്തിൽ നിന്നുള്ളൊരു ചിരിയാണ്. അങ്ങനെയുള്ള വാർത്തകളൊക്കെ കൂടുതൽ ഈ ത്രില്ലർ ന്യൂസുകളുണ്ട്. നമ്മളെ ഈ ക്രൈം സ്റ്റോറീസ് പോലെയുള്ള ത്രില്ലർ ന്യൂസുകൾക്കാണ് ഭയങ്കരമായിട്ടുള്ള സ്കോപ്പ് എന്നാണ് തോന്നുന്നത്. അത് എന്താ കാരണം എന്ന് എനിക്കും അറിയില്ല കേട്ടോ. പക്ഷെ അങ്ങനെ സിറ്റുവേഷനാണ്. നജീംക്ക് എന്താ തോന്നുന്നത്? അങ്ങനെ തന്നെ അല്ല, ഇതില് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഓരോരുത്തരും എന്താണെന്ന് നോക്കുക എന്നുള്ളതാണ്. അതെ, നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് കുറെ ആളുകൾ കേൾക്കുന്നു, നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നു. ഞാനൊരിക്കൽ വെസ്റ്റ് ബംഗാളിൽ ഒരു വില്ലേജിൽ പോയി താമസിക്കുകയാണ്. ഒരു ഹരിങ്കോല എന്ന് പറയുന്ന ഒരു വില്ലേജിൽ താമസിക്കുകയാണ്. അപ്പോൾ ഒരു 11 മണിയായിട്ടും ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരു പേരക്കയുടെ ഒരു കഷ്ണം കിട്ടി, ഒരു കോഴിമുട്ടയും കിട്ടി. അവിടെ ആ ഗ്രാമത്തിലുള്ള ഒരാൾ കൊടുന്നു തന്നാണ്. ഹോട്ടലൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഒരു 11-11:30 മണിയോട് കൂടിയിട്ട് എൻ്റെ മോൾ എന്നെ വിളിക്കുകയാണ് വീട്ടിൽ നിന്ന്. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ വെറുതെ നിങ്ങളെ ഓർമ്മ വന്നപ്പോൾ വിളിച്ചതാണ്. അപ്പം ഞാൻ സാധാരണ അങ്ങനെ ഓർത്ത് വിളിക്കാത്തൊരാളെ എന്തുകൊണ്ട് വിളിച്ചു എന്നുള്ളൊരു പ്രശ്നം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വീണ്ടും ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പം അന്ന് ഞാൻ ആ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിലൊരു പപ്പായ മരത്തിൽ കുറച്ച് പപ്പായ മൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് അവിടെ നിർത്തണം എന്ന് പറഞ്ഞു. അപ്പം അതിൽ പക്ഷികൾ വന്ന് കൊത്തി അത് തിന്നുന്നത് കണ്ടപ്പോഴാണ് എൻ്റെ മോൾ എന്നെ ഓർത്തത്. അതുവരെ ഞാൻ അവൾക്ക് വസ്ത്രം വാങ്ങി കൊടുത്തിട്ടുണ്ട്, ടൂറ് കൊണ്ടുപോയിട്ടുണ്ട്, ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, കൂടെ കൂട്ടിയിട്ടുണ്ട്, എല്ലാ സൗകര്യവും പരമാവധി ചെയ്തിട്ടുണ്ട്, എല്ലാ നിലക്കും ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ മോൾ എന്നെ ഓർത്ത് വിളിച്ചത് ഈ ഒരു സാഹചര്യത്തിലാണ്. അപ്പം നമ്മൾ പരസ്പരം ഇവിടെ ഇരിക്കുന്ന കുറച്ചാളുകളാണെങ്കിൽ പോലും നമ്മളുടെ ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ച്, ഇപ്പൊ പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ക്ലാസ് മുറിയിലുള്ള കുട്ടികളെ കുറിച്ച്, നമ്മൾ നല്ല ഭക്ഷണം വീട്ടിൽ നിന്ന് കൊടുന്ന് കഴിക്കുമ്പോൾ തൊട്ടപ്പുറത്തേക്ക് നോക്കണം പാത്രത്തിൽ. നമ്മളെക്കാൾ കുറവാണെങ്കിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാനുള്ളൊരു പ്രേരണ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ മാത്രം, പ്രതിസന്ധികൾ മൊത്തത്തിൽ വരുമ്പോൾ മാത്രം കുട്ടികളുടെ അൻപ് ഉണരുക എന്നുള്ളതിലുപരി മുതിർന്നവർക്ക് ചെയ്യാവുന്ന വലിയൊരു കാര്യമാണ് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനം ഉണ്ടാവണം. നമ്മുടെ വീട്ടിലൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് ആ കുട്ടികളെ എടുത്ത് കുറച്ച് അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുത്തയക്കണം. എപ്പോഴെങ്കിലും മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒരിക്കലോ എല്ലാവരും കൂടിയിരുന്ന് ഒരു ചായ കുടിക്കണം. മിനിമം നമ്മൾ ഈ സംസാരമൊക്കെ നിർത്തി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക്, അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എനിക്ക് തോന്നുന്നു IPM 26 കൊല്ലം മുമ്പ് ഇങ്ങനെ തുടങ്ങിയതുപോലെ നമുക്കൊരു ക്യാമ്പയിൻ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ പരസ്പരം ചേർത്ത് പിടിക്കുന്ന വിധത്തിൽ, അത് വലിയ ഒരു പബ്ലിസിറ്റിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പത്രത്തിൽ വരാനൊന്നും അല്ല ചെയ്യേണ്ടത്. എൻ്റെ ചുറ്റുമുള്ള മനുഷ്യർക്കൊരു ആവശ്യം വരുമ്പോൾ ഞാൻ വേണ്ടപ്പെട്ടവനായി മാറുന്നൊരവസ്ഥയിലേക്ക് ഞാൻ മാറുക എന്നുള്ളതാണ്, ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മളിൽ നിന്ന് കുട്ടികൾക്ക്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കുട്ടി ഉറുമ്പിന് വെള്ളപ്പെട്ട് കൊടുത്ത കുട്ടിയുടെ വീട്ടിൽ പൂച്ചക്കും പട്ടിക്കും കഴിക്കാനുള്ള ഭക്ഷണം വെക്കുന്ന പാത്രമുണ്ട്, വേറൊരു ഭാഗത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ടാണ് ഈ കുട്ടി വളരുന്നത്.
അപ്പോൾ എവിടെയാണോ അതിനൊരു ഗ്യാപ്പ് ഉള്ളത്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമുക്ക് സാധിക്കും. അടുത്ത വീട്ടിലൊരാൾ സുഖമില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടീനെ കയ്യും പിടിച്ച് നമ്മൾ ആ ആളെടുത്തൊന്ന് പോകണം, അയാളെ തൊടുന്നത് ആ കുട്ടി കാണണം. ഇങ്ങനൊരു പ്രാക്ടീസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളൊന്ന് പഠിക്കണം. ഇത് കുട്ടികൾ സ്വന്തം നിലക്ക് കണ്ടെത്തി അവരായിട്ട് ഈ സ്പേസുകളെ IPM പോലുള്ള അല്ലെങ്കിൽ ഇത്തരം സ്പേസുകളെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നജീബ് പറഞ്ഞത് അത് നമ്മൾ റോൾ മോഡൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു തുടങ്ങുന്നതിനെ കുറിച്ചും കൂടിയുള്ള കാര്യങ്ങളാണ്. അത് വളരെ ശരിയായൊരു കാര്യമാണ്. അപ്പം അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് ന്യൂസ് കൾച്ചർ, ഇപ്പം മുമ്പാണെങ്കിൽ നമുക്ക് നല്ല വാർത്ത, പെൺപുലരി, അതുപോലെയുള്ള ഒരുപാട് ന്യൂസ് ഫീച്ചറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചില ചാനലുകൾക്ക് ക്രൈം പ്രോഗ്രാമുകൾക്കായിട്ട് അരമണിക്കൂർ 1 മണിക്കൂർ. ഞാൻ പൂർണ്ണമായിട്ട് കുറ്റം പറഞ്ഞല്ലോ കേട്ടോ, മേ ബി ചിലപ്പോൾ ഉണ്ടാവാം, പോസിറ്റീവ് ന്യൂസ് ഉണ്ടാവാം, പക്ഷെ എന്നാലും പൊതുവെ കുറവാണ്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ന്യൂസ് കൾച്ചർ വരേണ്ടതിന് ആവശ്യകത എത്രമാത്രം ഉണ്ടെന്നുള്ളതും കൂടി നമ്മൾ ഭാവിയിലേക്ക് ഉള്ള അൻപ് ഉണ്ടെന്ന് നമ്മൾ അംഗീകരിച്ചു കഴിയുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ ആയിട്ടും, അതേപോലെ അടുത്തൊരു തലമുറയ്ക്കും കൂടി കൈമാറാൻ വേണ്ടിയിട്ടും അത് മാധ്യമങ്ങളാണ് അതിനുള്ളൊരു വലിയൊരു എയ്ഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സന്ദേശം എത്തിക്കാനുള്ള അതിന് ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് മനോഹരം സംസാരിക്കാൻ പറ്റില്ല, എന്നാലും ഒരു മൊത്തം മാധ്യമങ്ങൾ പ്രതിനിധിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് ന്യൂസ് കൾച്ചറിൻ്റെ ആവശ്യകത മതത്തിലുണ്ട് എന്നുണ്ട്. അത് ഞാൻ വേറെ ഒരു ഉദാഹരണം കൂടി വെച്ചിട്ട് ചോദിക്കാം. നമുക്ക് ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ, എന്ത് അപകടം ആയിക്കോട്ടെ, അതിപ്പോൾ ഒരു മനുഷ്യനിർമ്മിത അപകടം അല്ലാത്ത അപകടമായാൽ പോലും അത് ഫ്രണ്ട് പേജിലൊരു ഫുൾ പേജ് വാർത്തയായിട്ടൊക്കെയാണ് വരിക. അങ്ങനെ ഒരു നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ ഫ്രണ്ട് പേജിൽ വാർത്തയാവുകയും ഒരു പോസിറ്റീവ് ന്യൂസ് വരുമ്പോൾ നമ്മൾ എവിടെയും കോളത്തിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സിസ്റ്റം, അതൊന്നും മാറേണ്ടതില്ലേ? അതും കൂടി ഇതിനെ തീർച്ചയായിട്ടും അതും മാറേണ്ടത് തന്നെയാണ്. അതായത് അതന്നെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു സംഭവം കാണുമ്പോൾ, ഒരു വാർത്ത കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പിക്ചർ കാണുമ്പോൾ, ഒരു വീഡിയോ കാണുമ്പോൾ അത് ആളുകൾക്ക് അതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് സന്തോഷം കിട്ടണമെന്നില്ല. നമ്മൾ അറിയേണ്ട കാര്യങ്ങളും ഉണ്ടാവും, അത് നിർബന്ധമായിട്ട് അറിയണം. സത്യത്തിന്റെ മുഖം എന്നും വികൃതമാണ് എന്ന് പറയുന്ന പോലെ സത്യങ്ങൾ നമുക്ക് മൂടി വെക്കാൻ പറ്റില്ല. സത്യങ്ങൾ എന്തായാലും ജനങ്ങൾ അറിയേണ്ടതാണ്, അതാണ് വാർത്ത എന്ന് പറയുന്നത്. പക്ഷെ അതിൽ തന്നെ നമുക്ക് ഏതൊരു മനുഷ്യനായാലും ഒരു സന്തോഷം തോന്നുന്ന, അല്ലെങ്കിൽ ഉള്ളിൽ നിന്നൊരു ചിരി വരുന്ന, പുഞ്ചിരി വരുന്ന വാർത്തകൾ, അങ്ങനെയുള്ള വാർത്തകൾ മൊത്തത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ വേൾഡ് ഭയങ്കര കോമ്പറ്റീറ്റീവ് വേൾഡ് അല്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുമ്പോഴെങ്കിലും നമുക്കൊരു സന്തോഷം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെയാണ് നമുക്ക് ഗിവ് ഹാപ്പിനെസ് ടേക്ക് ഹാപ്പിനെസ് എന്നാണല്ലേ. നമ്മൾ ഒരാൾക്ക് സന്തോഷം കൊടുക്കുകയാണെങ്കിലാണ് നമുക്ക് തിരിച്ച് സന്തോഷം കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ ഷെയറിങ്ങിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ, ഞാനൊക്കെ എന്തൊരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ടും അത് പങ്കുവെക്കണം എന്നുള്ളൊരു സംഭവം എന്നെ ആദ്യം പഠിപ്പിച്ചത് എൻ്റെ അമ്മയായിരുന്നു. അമ്മ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടാണെങ്കിലും, ഇപ്പം പായസമൊക്കെ വെക്കുകയാണെങ്കിൽ ആ പായസം മൊത്തം വീട്ടിലും ഷെയർ ചെയ്യും. അവസാനം ഞങ്ങൾക്കുണ്ടാവുക കുറച്ചാണ്, പക്ഷെ അമ്മ പറയും അത് മറ്റുള്ളവരും കൂടെ കഴിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സന്തോഷം. അപ്പം അതേപോലെ തന്നെയാണ് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് ഞാനത് കണ്ടുപോയപ്പോൾ. നജീമിക്ക് നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ്, നമ്മൾ പാരൻസ് നിന്നാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയാലും നമ്മളെ മുതിർന്നവരിൽ നിന്ന് കുട്ടികൾ കണ്ടുപഠിക്കുന്ന കുറേ സാധനമുണ്ട്. അത് പാരൻസിന് ഭയങ്കര റോളുണ്ട് അതിൽ. അപ്പോൾ പാരൻസ് ഇപ്പം ഓരോ കുട്ടിയുടെയും ആ ചൈൽഡ്ഹുഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ പറയുന്ന പാരൻസിൻ്റെ സ്വഭാവങ്ങൾ, അവർ ചെയ്യുന്ന മാനറിസങ്ങൾ, അത് കുട്ടികളെ കുറേ ബാധിക്കും. പാരൻസ് ഫുൾ ടൈം മൊബൈൽ എടുത്ത് കളിക്കുകയാണെങ്കിൽ കുട്ടി സ്വാഭാവികമായിട്ട് മൊബൈൽ എടുത്ത് അടിക്കുമ്പോൾ കുട്ടീൻ്റെ അടുത്ത് നീ എന്തിനാ മൊബൈൽ എടുക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പറയണമെങ്കിൽ അത് പാരൻസിൻ്റെ അടുത്ത് ആദ്യം ഉണ്ടാവണം. സോ ഈ ഷെയറിങ്ങും കെയറിങ്ങും ആൻഡ് ഈ പറയുന്ന കമ്പാഷനും അൻപൊക്കെ നമ്മൾ ഓരോരുത്തരും അതിങ്ങനെ കണ്ട് നമ്മൾ ഷെയർ ചെയ്ത് പോകുന്നതാണ്. അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞ് വെച്ചോടത്ത് തന്നെ തുടങ്ങിയിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചതിന് ശേഷം നമുക്ക് ഓഡിയൻസിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഷെയറിങ് എന്ന് പറഞ്ഞൊരു കെയറിങ് എന്നുള്ള ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് കൂടുതലും അങ്ങനെ ഒരു അവസരം ഉണ്ടാവുന്ന ഒരുമിക്കാൻ. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ചിട്ട് നിന്നിട്ട് കമ്പാഷൻ കാണിക്കാനുള്ള ഒരു അവസരങ്ങളും ഷെയർ ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ എന്ന് പറയുന്നൊരു കാര്യവും നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഒരു പക്ഷേ പല തലങ്ങളെക്കാളും മാറ്റി നിർത്തുന്ന ഒരു കാര്യങ്ങളാണ് നമ്മുടെ സാമൂഹിക ആഘോഷങ്ങളും അതിലെ കമ്പാഷനും. ഇപ്പോൾ ഓണമായാലും ഈദാണെങ്കിലും ക്രിസ്മസ് ആയാലും. അപ്പോൾ അതിന്
നമ്മുടെ സഹോദര്യത്തിനാണെങ്കിലും കമ്പാഷൻ കരുണാർദ്രതയിലൊക്കെയുള്ള പങ്ക്, അങ്ങനെ സാമൂഹികമായിട്ട് ഒരുമിച്ച് ആഘോഷിക്കുന്നതിൻ്റെ ഒരു പങ്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും അത് ഒരു കൃത്രിമത്വം ഫീൽ ചെയ്യുന്നില്ലേ ശരിക്കും ഇല്ലേ? നമ്മളുടെ ഓണാഘോഷമായാലും പെരുന്നാളാണെങ്കിലും ഇഫ്താർ പാർട്ടികളാണെങ്കിലും നമ്മൾ എന്തിനോ വേണ്ടി ചെയ്യുന്നത് പോലെ ഉള്ള ഒരു സംഗതിയായിട്ട് അത് മാറുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഫലസ്തീനിൽ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ഒരു കുട്ടി എഴുതിയ ഒരു കത്ത് പുറത്തു വന്നിരുന്നു. ആ കുട്ടിയുടെ അവശേഷിക്കുന്ന സാധനങ്ങൾ, കളിപ്പാട്ടം ഇന്നാൾക്ക് കൊടുക്കണം, എൻ്റെ ഉടുപ്പ് ഇന്നാൾക്ക് കൊടുക്കണം, ഞാൻ മരിച്ചാൽ എങ്ങനെ ഓരോന്നും ആ കുട്ടി എഴുതിയോ, എൻ്റെ പുസ്തകത്തിൻ്റെ കുറച്ച് പേജുകൾ എഴുതാത്തതുണ്ട്, അത് ഇന്ന കുട്ടിക്ക് കൊടുക്കണം. ഇത്രയും യുദ്ധം നടക്കുന്ന ഒരു ഭൂമിയിൽ ഇങ്ങനെ ഒരു അവസ്ഥ നടക്കുന്നിടത്ത് പോലും ഒരു കുഞ്ഞ് എഴുതി വെച്ച കത്താണത്. പലപ്പോഴും ആ യുദ്ധം നടക്കുന്ന ഭൂമിയിലെ കുട്ടികള് പാവക്കുട്ടികളുമായിട്ട് പുറത്തിറങ്ങി ചിരിച്ച് പാവകളെ ചേർത്ത് നിർത്തിയ കുറെ ഫോട്ടോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ നമ്മളൊരു ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചു. ആ ക്യാമ്പയിന് നമ്മൾ പേരിട്ടത് ഇതാണ്: എൻ്റേതല്ല നമ്മുടേതാണ്. അത് കുറ്റിപ്പുറത്ത് ഇലാ ഫൗണ്ടേഷനിൽ നമ്മൾ തുടങ്ങി എല്ലാ മന്ത്രിമാർക്കും എല്ലാ ഡിസ്ട്രിക്ട് കളക്ടർമാർക്കും കളിപ്പാട്ടങ്ങൾ ശേഖരിച്ച് അയച്ചു. നമ്മൾ ഇതെൻ്റേതല്ല നമ്മുടേതാണ്, ഇതാണ് അതിൽ കൊടുത്ത ക്യാപ്ഷൻ. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മളത് പൊതിഞ്ഞ് കൊണ്ടുവരുന്നു, അത് വേറൊരാൾക്ക് കൊടുക്കുന്നു, അയാളുടെ വീട്ടിലുള്ള ഒരു സാധനം തൊട്ടടുത്ത വീട്ടിൽ കൊടുക്കുന്നു. പക്ഷെ നിശബ്ദമായ ഒരു പ്രവർത്തനം അതിൻ്റെ പിന്നിൽ നടന്നു. ഇപ്പൊ ഖത്തറിലും അതുപോലെ തന്നെ സേലത്ത്, തമിഴ്നാട്ടിൽ സേലത്ത്, തിരുവനന്തപുരത്തു നിന്നൊക്കെ കോൾ വന്നിരുന്നു. ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ സമ്മാനങ്ങൾ കൊടുക്കുക, കുട്ടികൾ ക്ലാസ് മുറികളിൽ പിന്നെ സമ്മാനങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി ഷെയർ ചെയ്ത് കഴിക്കുക. ഇതൊരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ഇപ്പൊ പത്രങ്ങളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും ആശുപത്രികളാണെങ്കിലും നമ്മുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി അതൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഉള്ളിലൊരു ഉണർവുണ്ടാവാനോ നമ്മുടെ ഉള്ളിലൊരു നനവുണ്ടാവാനോ വേണ്ടിയിട്ടല്ല ഇത്. അവിടെയാണ് പ്രശ്നം. നമ്മുടെ ഉദ്ദേശം തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇപ്പൊ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ, ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു 4 ആളുള്ളെങ്കിൽ ആ 4 ആള് തിരിച്ചു പോയി അവരുടെ ചുറ്റുമുള്ള ഒരു 10 ആളുകളോട് വേണ്ടപ്പെട്ട ഒരാളായി മാറാനുള്ളൊരു പരിശ്രമം നടത്തണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ ഇവിടെ വന്നിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മളിരിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഇവിടെ ഇരിക്കുന്നു. നമ്മുടെ അയൽവാസികളായ മനുഷ്യർ, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ, അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ എനിക്ക് ഇയാളെ കാണാം, അല്ലെങ്കിൽ ആ മോളെ ഒന്ന് വിളിക്കാം, അല്ലെങ്കിൽ അവളൊന്ന് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുന്ന ഒരാള്, ഒരു സമൂഹം ഉണ്ടായി മാറുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമ്മളെ തന്നെ പരിവർത്തിപ്പിക്കുമ്പോഴേ അത് നടക്കുകയുള്ളൂ. അതൊരു വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സംഗതിയും കൂടിയാണ്. നമ്മൾ മതവും രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട വലിയൊരു യുദ്ധം തന്നെ നടക്കേണ്ടതുണ്ട്. നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു? ഇപ്പൊ നിങ്ങൾ ഡോക്ടറാണ്, നിങ്ങളൊരു രോഗിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങളതൊരു പ്രാർത്ഥന പോലെ ചെയ്യുന്ന, എൻ്റെ സ്പർശം അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം ആ രോഗിക്ക് ഏതോ തരത്തിൽ ആശ്വാസമാവണേ എന്നുള്ള വിചാരത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പ്രശ്നമില്ല എന്നുള്ള ഞാൻ പറഞ്ഞു. അതല്ല മാസം കിട്ടുന്ന ശമ്പളത്തിന് വേണ്ടിയാണ് ആ തൊടലെങ്കിൽ അത് പ്രശ്നമാണ്. ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഉദ്ദേശത്തിന്റെ ശുദ്ധിയെ ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും അത് ഒരു ഭയങ്കരമായ ഒരു യുദ്ധം തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന യുദ്ധം തന്നെയാണ്. നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു? ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ കുളിക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണോ നമ്മൾ കുളിക്കുന്നത്? നമ്മൾ സ്ഥിരം ശീലിച്ചൊരു സാധനമാണ് രാവിലെ കുളിക്കുക, വസ്ത്രം മാറുക എന്നുള്ളത്. ഇപ്പൊ ഒരു കല്യാണത്തിന് ഒരു പരിപാടിക്കോ പോകുമ്പോൾ കുറച്ചും കൂടി പുതിയ വസ്ത്രം ധരിക്കും. അപ്പൊ എന്തിനു വേണ്ടി ഭക്ഷണം കഴിക്കുന്നു, എന്തിനു വേണ്ടി കുളിക്കുന്നു, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്തിനു വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ നമ്മൾ ഓരോ പ്രവൃത്തിയിലും ഉണ്ടായിത്തീരുക എന്നുള്ളതാണ്. അതോടൊപ്പം നാരായണ ഗുരുവിൻ്റെ ഒരു ശ്ലോകം ഉണ്ടല്ലോ, നമ്മൾ അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്നത് അപരന് കൂടി ഉപകാരപ്രദമാവുന്നതാവണം. അവർക്കൊരു വിഷമം ഉണ്ടാക്കുന്ന സാധനം ചെയ്യാതിരിക്കുക. മിനിമം ഓരോരുത്തരും നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നതിന് പകരം ആ ഒരു ചിന്തയിലേക്ക് പോവലല്ലാതെ ഇവിടെ ഇതിനൊന്നും വേറെ ഒരു മാജിക്കും ഇവിടെ നടക്കാനൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ ലിസണേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും
പലപ്പോഴും എൻ്റെ ഷോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് അറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും സങ്കടപ്പെടുത്താതിരിക്കുക. മിനിമം ആ ഒരു കാര്യം നമ്മൾ ചെയ്യാന്നുള്ളത്. കാരണം ഒരാളിൽ പുഞ്ചിരി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കുറേ സംഭവങ്ങളുണ്ട് അയാളെ സന്തോഷിപ്പിക്കാൻ. അത് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരാൾ നോർമൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാളെ സങ്കടപ്പെടുത്താതിരിക്കുക, മിനിമം അതെങ്കിലും എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകം വളരെ ബ്യൂട്ടിഫുൾ ആവും അല്ലേ? അപ്പോൾ ഇത്രയും സംസാരിച്ചപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രതീക്ഷ, ഇനി മുന്നോട്ടുള്ള വഴിയും പ്രതീക്ഷയോടെ തന്നെയാണെന്നാണ്. നമുക്ക് ഓഡിയൻസിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് കിടക്കാം. നജീബ് ഖയോടാണ് ചോദ്യമുള്ളത്. നമുക്ക് നജീബ് ഖ ഒരുപാട് സ്റ്റേറ്റുകളിൽ നമ്മുടെ ഇന്ത്യയിൽ സന്ദർശിച്ച, അല്ലെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ യാത്ര ചെയ്ത ഒരാളാണ് എന്നാണ് എൻ്റെ അറിവ്. അപ്പം നമുക്ക് കേരളത്തിന് ഒരു പേരുണ്ട്, എസ്പെഷ്യലി നമ്മൾ ഭയങ്കര ആളുകളെ സഹായിക്കുന്നതിലും അല്ലെങ്കിൽ സത്യസന്ധതയിലും അല്ലെങ്കിൽ തമ്മിലുള്ള പ്രശ്നങ്ങളിലൊക്കെ. ഇന്ത്യയിലുള്ള മറ്റ് സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ കുറച്ചും കൂടി അത് ഇപ്പം പ്രളയങ്ങൾ, ഇപ്പോൾ 2018-ലും 2019-ലൊക്കെ ഇവിടെ ഒരു പ്രളയം ഉണ്ടായിട്ടുണ്ട്. മറ്റു സ്റ്റേറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഒത്തൊരുമയും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവാറില്ല എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അതിനകത്ത് സത്യമുണ്ട്. അല്ലെ, പ്രളയം മാത്രമല്ല ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ ആളുകളെ സഹായിക്കുന്നതിൽ അല്ലെങ്കിൽ കൈൻഡ്നെസ്, മനുഷ്യന്മാരിലുള്ള കൈൻഡ്നെസ്സിൽ കേരളത്തിൽ കുറച്ചുകൂടി കൂടുതലുണ്ട് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതിനകത്ത് എത്രത്തോളം സത്യമുണ്ട്, അല്ലെങ്കിൽ അതിന് സത്യമാണെങ്കിൽ അതിന് കാരണമായിട്ട് നജീബ്ക്ക് എന്താണ് കാരണം തോന്നുന്നത് എന്താണ്? ഞാനൊരു കേരളീയനാണ്. ഈ ബീഹാറിൽ കട്ടിഹാർ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു 10-35 ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ഞാൻ അരേരിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അരേരിയ ജില്ലയിൽ അവിടെ പോയി തിരിച്ച് കട്ടിഹാറിൽ വന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് 3.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം കൽക്കത്തയിലേക്കുള്ള ട്രെയിൻ കിട്ടാൻ. അപ്പോൾ ഞാൻ എൻ്റെ ബാഗും തൂക്കി ഇങ്ങനെ വെറുതെ നടന്നു പ്ലാറ്റ്ഫോമിലും ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കയറി നടന്നപ്പോൾ, നല്ല വീതിയുള്ള ഒരു ഫുട് ഓവർ ബ്രിഡ്ജാണ്, കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്, മുടിയൊക്കെ നീട്ടി, താടിയൊക്കെ നീട്ടി, പൊടിയൊക്കെ പിടിച്ച്, ഒരു ചെറിയ ചരട് മാത്രമാണ് അയാളുടെ അരയിലുള്ളത്. അപ്പം ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അയാൾ നഗ്നനാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കാണുമ്പോൾ നഗ്നനായ ഒരാളെയാണ് കാണുന്നത്. അപ്പം ഞാൻ വേഗം എൻ്റെ ഞാൻ കേരളക്കാരനായത്, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ഇത് നിങ്ങൾ എന്താ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ മനസ്സിലാക്കിയാൽ മതി. ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ഒരു പാൻറ്റും ഷർട്ടും ഒരു ബനിയനും എടുത്തിട്ട് അദ്ദേഹത്തിന് നേരെ നീട്ടുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും നിശ്ചലരായി. ബാക്കി എല്ലാവരും ഇങ്ങനെ, ഭയങ്കര രസമുള്ളൊരു വിഷ്വലാണ് സത്യത്തിൽ. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്യുന്നു, ഞങ്ങൾ രണ്ടാളും നിൽക്കുന്നു. പക്ഷെ അയാൾ എന്നെ ഇങ്ങനെ അടിമുടി ഒന്ന് നോക്കി, കൃത്യമായി നോക്കി, വളരെ പുച്ഛത്തോട് കൂടിയിട്ട് എന്നെ നോക്കിയിട്ട് അദ്ദേഹം നടന്നു പോവുകയാണ്. ഞാൻ എന്നെ കണ്ടത് അവിടെ, അദ്ദേഹം എന്നോട് പറഞ്ഞത് താൻ ആരോടോ എന്നെ ഉടുപ്പിക്കാൻ എന്നാണ്. എന്നോട് അയാൾ ചോദിച്ചത് അതാണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് വാങ്ങാതിരുന്നത് ആരെങ്കിലും കണ്ടോ എന്നാണ് ഞാൻ നോക്കിയത്. മനസ്സിലായോ? അപ്പം അവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ ശ്രമിക്കേണ്ട ഒരു സാധനം, നമ്മളെ ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി ധരിക്കേണ്ടത്. ഇപ്പം കേരളത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദരിദ്രരാണ് നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ വസിക്കുന്ന മനുഷ്യർ, ദരിദ്രരാണ്. പെൺകുട്ടികൾ മണ്ണും ഇലയും അരച്ചിട്ടാണ് പീരിയഡ്സിൻ്റെ സമയത്ത് മെൻസസ് ആകുമ്പോൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഒരു കഷ്ണം പഴന്തുണി ഇല്ലാതെ. അവർക്ക് ഗൂഞ്ച് എന്ന് പറയുന്ന ഒരു NGO ഡൽഹിയിൽ നിന്ന് പഴന്തുണികൾ കൊടുന്ന് ശേഖരിച്ച് അത് കട്ട് ചെയ്ത് സ്റ്റീം ചെയ്ത് പാഡ് വിതരണം ചെയ്യണം ഗ്രാമങ്ങളിൽ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഇതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. ഏതാണ്ട് 2.5 ലക്ഷം പെൺകുട്ടികളെ വിൽപ്പന നടത്തുന്നു. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ദാരിദ്ര്യം തന്നെയാണ് പ്രധാന പ്രശ്നം. എന്നാൽ നമ്മുടെ എല്ലാ പൊട്ടൻഷ്യലും ഈ ഗ്രാമങ്ങളിലാണ്. ഇപ്പൊ ജൂട്ട് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ലോകത്ത് തന്നെ ബംഗാളിലും ബീഹാറിലുമാണ്. ആന്റിക് സാധനങ്ങൾ UP-യിലും രാജസ്ഥാനിലും ആന്റിക് പ്രോഡക്ട്സുകൾ ധാരാളം അവരുടെ കരകൗശല വസ്തുക്കളിൽ നിന്ന് ഉണ്ടായി വരുന്നു. പക്ഷെ ഇത് വിൽപ്പന നടത്തുന്നതും ഇതിന്റെ ഇടനിലക്കാരായി നിൽക്കുന്നതൊക്കെ വളരെ തുച്ഛം ആളുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അൻപ് എല്ലാവരിലും ഉണ്ട്, പക്ഷെ ഒരു 10% ആളുകൾ അത് ചൂഷണം ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവരെയും കൂടി ബാധിക്കുന്നത്.
അപ്പൊ നമ്മൾ കേരളക്കാർ അത്ര എന്തോ ഒരു ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ നമ്മൾ പുറത്തേക്ക് അതിന്റെ റിസൾട്ട് വരുമ്പോൾ എന്തായാലും ഇപ്പോൾ വർഗീയമായ ചിന്തകൾ ഏറ്റവും കുറഞ്ഞ് നിൽക്കുന്ന ഒരു ഏരിയയാണ് സൗത്ത് ഇന്ത്യയിൽ. ഇപ്പൊ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും, പക്ഷെ എന്നാൽ ഏതോ തരത്തിൽ ഇന്നെന്റെ രാവിലെ എൻ്റെ സുഹൃത്ത് അനൂപ് അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ മെസ്സേജുകൾ എനിക്ക് വായിക്കാൻ തന്നു. വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു ശത്രുവിനെ അപ്പുറത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ദാരിദ്ര്യമുള്ള സ്ഥലത്ത് ഇത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നു. ദാരിദ്ര്യം കുറഞ്ഞ സ്ഥലത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സമയമെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ കുറച്ചും കൂടി സൂക്ഷ്മത നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. എന്നാൽ കേരളം അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മളിലേക്ക് നോക്കുക എന്നുള്ളത് മാത്രമേ അതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അൻപ് കുറയുമല്ല, കൂടുക തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശല്യം ഇപ്പം വന്യമൃഗ ശല്യമാണ്. വന്യമൃഗങ്ങൾ 20 ലക്ഷം സ്പീഷീസ് ഉണ്ട് ലോകത്ത്. 20 ലക്ഷം കണ്ടുപിടിച്ചത് 3 ലക്ഷത്തിൽ ചോടയാണ്. എല്ലാം പരസ്പര ബന്ധിതമായിട്ട് സഹായിച്ചാണ് ജീവിക്കുന്നത്. ആനയും കാട്ടുപോത്തും പരസ്പര വൈരികളാണ്. പക്ഷേ ആന വളച്ചൊടിച്ചു കൊടുക്കുന്ന നമ്മുടെ ഇല്ലിയില കൊണ്ടാണ് കാട്ടുപോത്ത് തിന്നുന്നത്. അവർക്ക് വേണ്ടി മാത്രം, മനുഷ്യൻ മാത്രമായുള്ളൂ ഭക്ഷണം ഒരു ഫാഷനായിട്ട് കഴിക്കുന്ന മാത്രം. എന്നാലും കേരളത്തിലെ പറ്റി എന്തെല്ലാം പറഞ്ഞാലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരാൾ പട്ടിണി കിടക്കുന്നതോ അതുപോലെ മരുന്നില്ല കിടക്കുന്നതോ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ മതവും രാഷ്ട്രീയവും എല്ലാം ഒരുപോലെ തന്നെ അതിനോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. അതിനിപ്പോൾ മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളാണ് എപ്പോഴും. അതൊന്നും ശരിക്കും പഠിച്ചാൽ മതി. എല്ലാവരും കൂടുതൽ ഉയരങ്ങളിലോട്ടാണ് പോണത്. പക്ഷെ ലേശം ഫാഷന് വേണ്ടിയുള്ളതൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിനുള്ള സമ്പത്തും ഉണ്ടാവും. ഈ ബീഹാറിൽ ഒരു ശ്രീ ശങ്കരാചാര്യ കോളേജിലെ MSW വിദ്യാർത്ഥികളുടെ ഒരു സർവേ നടക്കുകയാണ്. അപ്പൊ ആ ഗ്രാമത്തിൽ 28ഓളം കുടുംബങ്ങൾ ഒട്ടും വീടില്ലാതെ 4 മുളയുടെ മുകളിൽ തുണിയൊക്കെ ചുറ്റിയ വീടുള്ള കുറച്ച് ആളുകളുണ്ട്. അതിൽ ഈ സർവേ നടത്തിയപ്പോൾ 28ഓളം കുടുംബങ്ങളെ സെലക്ട് ചെയ്ത് അതിൽ ഒരാളെടുത്ത് പോയ സമയത്ത് ഞാനും കൂടി ഉണ്ടായിരുന്നു. ഈ സെലക്ട് ചെയ്ത ഒരാളെടുത്ത് പോയപ്പോൾ അപ്പം അദ്ദേഹം കാട്ടുന്ന ബേൽ എന്ന് പറയുന്ന ഒരു പഴം പറിച്ചു കൊടുന്ന് സർബത്ത് കലക്കി വിൽക്കലാണ് അയാളുടെ ജോലി. 1 രൂപക്കാണ് ഒരു ഗ്ലാസ് വിൽക്കുക. പണി മാറ്റി വരുന്നവർക്ക് വൈകുന്നേരം ഒരു ഗ്ലാസ് സർബത്ത് വിറ്റാൽ 1 രൂപ കിട്ടും. അതുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഈ കുട്ടികൾ പറയാണ്, നിങ്ങൾക്ക് വീട് വെച്ച് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പിന്നെ സർവേ നടത്തിയ കുട്ടികളുടെ അവരുടെ ഡൽഹി എന്നുള്ളൊരു NGO പറയാണ്, നിങ്ങൾക്ക് വീട് വെച്ച് തരാൻ തയ്യാറായിട്ടുണ്ട്. ഈ മനുഷ്യന്റെ വീട് ഒരു കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴും. ഈ മനുഷ്യന്റെ വീട് മഴ പെയ്താൽ അവരുടെ കുട്ടികൾ നനയും. ആ മനുഷ്യൻ പറയാണ്, എൻ്റെ 2 വീട് അപ്പുറത്ത് ഒരു വിധവയായ സ്ത്രീയുണ്ട്, നിങ്ങൾ അവർക്ക് വെച്ച് കൊടുക്കുമെങ്കിൽ കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി. ഇപ്പം നമ്മൾ കേരളീയർ എന്ന് പറയുമ്പോൾ ഞാൻ എന്നോട് പറയണതാണ്, കേരളീയരോട് പറയണതല്ല. നമ്മൾ അങ്ങനെ നെളിയണ്ട. ഏത് ദാരിദ്ര്യത്തിലും അപ്പുറത്തുള്ളവനെ കാണാൻ പറ്റുന്ന മനുഷ്യരെല്ലായിടത്തും ഉണ്ട്. അത് നമ്മൾ മറന്നിട്ട് ഒരു ചെറിയ ബൗണ്ടറി അതിന് വരക്കരുത് എന്നുള്ള ഞാൻ പറയുന്നത്. അൻപിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷെ അത് വാക്കുകളിൽ ധാരാളം ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ മുമ്പുണ്ടായിരുന്ന നമ്മൾ ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ നമ്മളിങ്ങനെ സൊസൈറ്റിയിൽ ഇങ്ങനെ പറന്ന് നടക്കുമ്പോൾ അത് തുലം കുറയുന്നില്ലേ എന്നൊരു ആശങ്ക എനിക്കുണ്ട്. രണ്ടാക്കും മറുപടി പറയും. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ സ്നേഹമാണെങ്കിലും എന്തൊരു വികാരമാണെങ്കിലും കമ്പാഷൻ ആണെങ്കിലും അത് നമ്മൾ വാക്കുകളിൽ കവികളൊക്കെ ഒരുപാട് വർണ്ണിക്കും, നമ്മളൊക്കെ പറയും. പക്ഷെ അത് വാക്കുകളിൽ മാത്രമല്ല ഒതുങ്ങേണ്ടത്, അല്ലേ? അത് എന്ത് തന്നെയായാലും അത് നമ്മൾ പ്രകടിപ്പിക്കണം. അത് പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പം അത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ആൾക്കാരുടെ അടുത്തും നമ്മൾ പ്രകടിപ്പിക്കണം.
അതിപ്പം സ്നേഹമാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഇപ്പം പാരൻസ് ആണെങ്കിൽ മക്കളുടെ അടുത്ത്, മക്കളാണെങ്കിൽ പാരൻസിൻ്റെ അടുത്ത്, സുഹൃത്തുക്കളുടെ അടുത്ത്, എനിക്കിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് നമ്മൾ മനസ്സിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഇഷ്ടം നമ്മൾ പ്രകടിപ്പിക്കണം. അതിനെന്തോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു മടി അത് പലർക്കും ഉണ്ട്. ആ മടിക്ക് കാരണങ്ങൾ അത് നമ്മൾ കുറേ പല 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 നേരത്തെ പറഞ്ഞ പോലെ സിറ്റുവേഷൻ എന്നൊരു സാധനമുണ്ട്. ആ സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാരുടെ തിരക്കുകളായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ട് ഇതിനൊരു മടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. പക്ഷേ ആ മടി മാറ്റിയിട്ട് നമ്മൾ തുറന്ന് സ്നേഹിക്കുക എന്നുള്ളൊരു സംഭവമാണ് ശരിക്കും വേണ്ടത്. എനിക്കതിലൊരു വിയോജിപ്പ് പ്രകടിപ്പിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു അമ്പ് കൂടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്പ് നമ്മൾ ഈ കുട്ടികള് ഇരുന്നു കൊണ്ട് നമ്മളുടെ കോളേജിലെ ദിവസങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്തതും ഈ പിള്ളേർ ഇവിടെ ഇരുന്നു കൊണ്ട് ഇപ്പം നടത്തുന്ന ഈ പ്രോഗ്രാമും കൂടെ വെച്ചുകൊണ്ട് ആ കാലവും ഈ കാലവും ഒന്ന് നമ്മൾ സ്വന്തം ഒന്ന് വിലയിരുത്തുമ്പോൾ എത്രത്തോളം സ്നേഹം പരസ്പരം മറ്റുള്ളവരെ കാണാൻ, മനസ്സിലാക്കാൻ, കമ്പാഷൻ, ഇതൊക്കെ എൻ്റെ തലമുറയെക്കാളും ഞാൻ പഠിച്ച ക്യാമ്പസിനേക്കാളും, ഞാനും ഒരു മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ച കുട്ടിയൊക്കെ തന്നെയാണ്, ഈ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ടെന്നും പുതിയ കുട്ടികളിലും തലമുറയിലും വലിയ പ്രതീക്ഷയാണുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് അത് തന്നെയാണ്, അൻപകലുന്നു. തുടക്കത്തിൽ ഞാൻ ഉണ്ടായിട്ടില്ല. അതായത് അൻപകലുന്നു എന്നുള്ള ഈ സെഷന്റെ പേര് തന്നെ നമ്മൾ ഈ ക്യൂരിയോസ് കാർണിവലില് ഒരു തരത്തിലും പ്രാക്ടിക്കൽ അല്ല. അതെ, കാരണം ഇത്രയധികം ഒരു ബന്ധമില്ലാത്ത വ്യത്യസ്ത കോളേജിലുള്ള കുട്ടികൾ, സ്റ്റുഡൻസ്, വളണ്ടിയേഴ്സ് ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൻപുള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലേ? ഈ പിന്നെ ഒരു കോളേജിൽ കുറച്ച് കുട്ടികളായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തന്ന എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഓരോരുത്തരും പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മോൻ പറഞ്ഞു, രാത്രി 10:30 മണിക്ക് ഞാൻ ഫോണിൽ ഇങ്ങനെ കുത്തി കളിക്കുകയാണ്. അവൻ പറഞ്ഞതാണ്, ആ ഭാഷയാണ് ഉപയോഗിച്ചത്. ഞാൻ ഫോണിൽ ഇങ്ങനെ തോണ്ടി കളിക്കുകയാണ്. അപ്പോൾ അടുക്കളയിൽ നിന്ന് പാത്രം വീണ ശബ്ദം കേട്ടു. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ എൻ്റെ അമ്മ പാത്രം താഴെ വീണ് കൈ ഇങ്ങനെ ചുമരിൽ കുത്തി നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ പോയിട്ട് അമ്മയോട് പറയാണ്, ഞാൻ കഴുകി തരാം പാത്രം. അപ്പോൾ അമ്മ ഇവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ എന്തിനാണ് കരഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ മകൻ എന്നെ തിരിച്ചറിഞ്ഞല്ലോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ മകൻ എന്നെ മനസ്സിലാക്കിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അമ്മ കരയുന്നത്. ഞാൻ പറയുന്നത് 19 വയസ്സായ ഒരു കുട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് പാത്രം വീഴേണ്ടി വന്നു ഇത് തിരിച്ചറിയാൻ. ഞാൻ പറഞ്ഞു, അത് നമ്മൾ കുട്ടിക്കാലം മുതലേ ശീലിപ്പിക്കേണ്ട ഒരു സംഗതിയായിട്ട് വരേണ്ടതുണ്ട്. ഈ അമ്മ രാത്രി പാത്രം കഴുകി രാവിലെ നേരത്തെ എണീറ്റ് അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, പിന്നെ അത് കഴിഞ്ഞ് അവരുടെ വസ്ത്രമൊക്കെ അലക്കി അവരുടെ എച്ചിലൊക്കെ തുടച്ച് വൃത്തിയാക്കി രാത്രി ക്ഷീണിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു അമ്മ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കഥാപാത്രം ഉണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. സുബൈർക്ക പറഞ്ഞ ഒരു സംഗതിക്ക് എനിക്ക് പറയാനുള്ള ഒരൊറ്റ ഉത്തരത്രയേ ഉള്ളൂ, നമ്മൾ ഇരുട്ടിൽ വെളിച്ചാവുക എന്നല്ലാതെ നമ്മൾ വേറൊന്നും ചെയ്യാല്ല. ഏത് ഇരുട്ടിലും നമുക്ക് ഈ ഇരുട്ടിനെ മായ്ക്കാൻ പറ്റും, വെളിച്ചമാണെങ്കിൽ നമുക്ക് വെളിച്ചമാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിൽ വേറൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ എല്ലാ കാലത്തും ഇതൊക്കെ ഉണ്ടല്ലോ. യുദ്ധങ്ങളില്ലാത്ത കാലം ഏതാ ഉണ്ടായിട്ടുള്ളത്? വെറുപ്പില്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ടോ? മുമ്പൊക്കെ ഇത് ഉണ്ടായിട്ടില്ലേ? ഒരുപാട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഒരുപാട് ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വ്യക്തികൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്രതീക്ഷയാണ്, പുതിയൊരു കാലം, അതിരുകളില്ലാത്ത ഒരു ലോകം സ്വപ്നം കാണുന്ന കുറെ കുട്ടികൾ വളരുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ്. എനിക്ക് തോന്നുന്നു ഒരു 50 വയസ്സിന് മുകളിലുള്ളവർക്കൊന്ന് ഒന്ന് മരിച്ചു കിട്ടിയ കുട്ടികൾ രക്ഷപ്പെടുന്നതാണ്. നമസ്കാരം നജീബ്ക, മനു. ഇന്നത്തെ രണ്ട് സ്പീക്കേഴ്സിനും ഒരാൾ എനിക്ക് കുറച്ചുകൂടി അടുത്ത് പരിചയമുണ്ട്. മനുവിന് എനിക്ക് 2-3 അവസരങ്ങളിൽ ഞാൻ മനുവിൻ്റെ അതായത് അയാൾ എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് കുറേം കൂടി മനസ്സിലായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടികളെ ചടങ്ങിൽ ഇയാളായിരുന്നു ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫംഗ്ഷൻ. അപ്പം ആ മക്കളോട് കാണിച്ച സ്നേഹാധിക്യം കണ്ടിട്ട് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് അവരെ ഞാൻ പോയിട്ട് പറയുകയൊന്നും ചെയ്തില്ല, അതും കൊണ്ട് ഞാൻ പോയി. ഒരു സ്പീക്കർ എങ്ങനെ അവിടെ ആ കൈകാര്യം ചെയ്തു, ഈ ചെറിയ കുട്ടികൾ മുതൽ, കാരണം പലതരത്തിൽ അടങ്ങി നിൽക്കാത്ത കുറേ മക്കളെ ക്രൗഡ് ഇരുന്നു അത്. അപ്പോൾ അതിനെന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ആ മനുഷ്യൻ കൈകാര്യം ചെയ്തതെന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നജീബ്ഖാനെ കുറിച്ച് പറഞ്ഞാൽ കുറ്റിപ്പുറം ഇലയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും പോകണം.
വാതിലുകളില്ലാത്തൊരു ബിൽഡിംഗ് എന്ന് പറയുന്നത് തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. നമ്മൾ ചില സ്ഥലങ്ങൾ, വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, ഒരു നിറവ് ഫീൽ ചെയ്യുക. അങ്ങനത്തെ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളെ നമ്മളെ ഇവിടെയൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ നമ്മൾക്ക് സാധിക്കുക എന്ന് പറയുന്നതന്നെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇവിടെ മുൻപ് പറഞ്ഞ പോലെ തന്നെ അൻപ് ഒരിക്കലും അകലുന്നില്ല, ഒരിക്കലും അകലുന്നില്ല, 100%. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്നത്, ഏതൊരു വ്യക്തിയും മറ്റൊരു വ്യക്തിയെ കാണുമ്പം ഈ ചിരി എന്ന് പറഞ്ഞ കാര്യം നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി ആഡ് ഉണ്ടാവേണ്ട ഒരു കാലഘട്ടത്തിലാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ഒരു ചിരിക്കാൻ വേണ്ടി ഒരു ആഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അവസ്ഥയല്ലേ. ഈ സംഭവം എന്തിനാ നമുക്ക് ഉള്ളതെന്ന് മറന്നു പോകുന്ന പോലത്തെ അവസ്ഥ. അപ്പം ആ ചിരി കൈമാറി, ഒരു ചിരി കൈമാറിയാൽ മാത്രമേ നമ്മൾ ആ വ്യക്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ നമുക്ക് സാധ്യതയുള്ളൂ. കൂട്ടുകൂടുക, സംസാരിക്കുക, അയാൾ അവസ്ഥകൾ എന്താണെന്ന് അറിയുക, ഇതൊക്കെ എന്താ പറയുക, ഇത് നമുക്ക് ആദ്യം ആ ചിരിക്കാൻ നമ്മൾ ശ്രമിക്കുക, എന്നിട്ട് നമുക്ക് കൂട്ടുകൂടാം. ഈ പറഞ്ഞ മാതിരി ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമ്മളെ കുടുംബത്തിലും നെയ്ബർഹുഡിലാണ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക. അത് കടന്നിട്ട് മതി സമൂഹം, ബാക്കി എല്ലാ കാര്യങ്ങളും. ഇപ്പം എല്ലാവരും ഇപ്പം എന്നെക്കാളൊക്കെ എത്രയോ ചെറിയ മക്കളാണ് ഇവിടെ ഉള്ളത്. അപ്പം അവരോടൊക്കെ തന്നെ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെ വളരെ സുന്ദരമായി ഭംഗിയായി നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ എല്ലാവർക്കും സാധിക്കട്ടെ. അതിനുള്ള ആരോഗ്യവും മനസ്സന്തോഷവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഒരു ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കണം തോന്നുന്നു. നമ്മളിങ്ങനെ പുതിയ കാലത്തെ കുട്ടികളെ കുറിച്ചൊക്കെ പറയുമ്പോഴും അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കൃത്യമായൊരു ബോധ്യം ഇല്ലാതെ പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ വാഴക്കാട് ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. പല ആളുകളും കൈത്തണ്ടം മുറിച്ചിട്ടും തൂങ്ങിയിട്ടും ഒക്കെ അതിന്ന് രക്ഷപ്പെടുത്തി രക്ഷിതാക്കൾ നമ്മളുടെ അടുത്തേക്കൊക്കെ, നമ്മുടെ കൗൺസിലർമാരുടെ അടുത്ത്, സൈക്കോളജിസ്റ്റുകളുടെ അടുത്തൊക്കെ കൊണ്ടുവരുന്ന നമുക്ക് കാണാം. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അതിർവരമ്പ് നിശ്ചയിക്കുക എന്നുള്ളൊരു പണി പുതിയ കാലത്തെ കുട്ടികളിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഇന്നലെ ഒരു കുട്ടി ഇലയിലേക്ക് വരികയാണ്. വന്നപ്പോൾ അയാളുടെ സുഹൃത്തിനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ മോള് എവിടുന്നാണ് വരണേ? ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ നീ ഇന്ന് ക്ലാസ് ഇല്ലേ? ക്ലാസ് ഇന്ന് ഇല്ല, ഇന്ന് അവിടെ സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ ഞാൻ വന്നതാണ്, എൻ്റെ സുഹൃത്ത് വിളിച്ചപ്പോൾ വന്ന. അപ്പോൾ വീട്ടിലറിയോ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിലറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയുടെ നമ്പർ ഒന്ന് തായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പേടിച്ചു. അപ്പോൾ അവളെ അടുത്ത് ഇരുന്ന് മാറിയിരുന്ന് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ ഇനി ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അറിയുന്നില്ല. നമ്മൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ പോകുന്നു, പഠിക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ പോകുമ്പോഴും നമ്മൾ അവരെ വിശ്വസിച്ച് പറഞ്ഞയക്കുമ്പോഴും അതിനോട് നീതി പുലർത്താനുള്ള ഒരു മനസ്സ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ ആരെയും നമുക്ക് പേടി തോന്നും ചിലപ്പോൾ. ഒരു സംഗതി ഇപ്പോൾ ആ കുട്ടി പേടിച്ചു, അമ്മയുടെ നമ്പർ ചോദിച്ചപ്പോൾ ആ കുട്ടി പേടിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ കോളേജിലേക്കാണെന്ന് പറഞ്ഞിട്ട് വരുന്നു, അവിടുന്ന് നേരെ പിന്നെ വരുന്നത് കുറ്റിപ്പുറത്തേക്കാണ്. അവളുടെ ഉള്ളിലൊരു ഭയം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഭയം തോന്നുന്ന നിമിഷങ്ങളിൽ നമ്മൾ എവിടെയോ തെറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിക്കാനുള്ളൊരു ശേഷി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇതിനോട് ചേർത്ത് പറയണം, നമ്മൾ അവരുടെ നന്മകളൊക്കെ പറയുമ്പോഴും നമ്മൾ നമ്മുടെ പാരൻസ് എന്ത് പറയുന്നു, അല്ലെങ്കിൽ പാരൻസ് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ അറിവുള്ളവരാണ്, നമ്മൾ കൂടുതൽ പഠിക്കുന്നവരാണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും എവിടെയാണ് നമ്മൾ കുറച്ചും കൂടി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ചില വരമ്പുകൾ നിശ്ചയിക്കേണ്ടത്. ഇപ്പോൾ സൂര്യനും ചന്ദ്രനൊക്കെ കൃത്യമായി ചലിക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. മനുഷ്യനും ചില അതിർവരമ്പുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ആ വരമ്പുകൾ നമ്മൾ ലംഘിക്കപ്പെടാതെ പോവുക എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്നതിൽ വീഴ്ച ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഈ സൂയിസൈഡ് അറ്റംപ്റ്റും അതുപോലെ ചതിയിലൊക്കെ പെട്ടുപോയി അവസാനമാണ് പിന്നീട് ഈ പ്രതിസന്ധിയിലാണല്ലോ എന്ന് തിരിച്ചറിയുമ്പോഴത്തേക്കും സമയം പോയിട്ടുണ്ടാവും. അപ്പം അത് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു സ്കൂൾ കോമ്പൗണ്ടിൻ്റെ പിൻവശത്ത് കുറേ ആൺകുട്ടികളും പെൺകുട്ടികളും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ അടുത്ത് കണ്ടു. അത് എത്രമാത്രം നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ കൈവിട്ട് കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു അതും കൂടി നമ്മൾ പറയേണ്ട. നമ്മളെ ഈ സ്നേഹവും കരുണയും ദയൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത് വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് വിട്ടുകൊടുക്കുന്നത് എന്ന് ഒരു ബോധ്യം കുട്ടികളിൽ ഉണ്ടാവേണ്ടത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് പറയേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ പോലും നേരത്തെ പേരെന്തായിരുന്നു?
നജീബ. ഓക്കെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ പുഞ്ചിരിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് അല്ലേ? അത് ഒരാൾ ചിരിക്കുന്നതിലൂടെ നമുക്ക് അതിലൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മുടെ ആയുസ് കൂടും. എന്നാൽ മറ്റൊരാൾക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷെ ആ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള പുഞ്ചിരിയാണ്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ബിൽഡ് ചെയ്യുന്നത് ചിരിയുണ്ട്, ഉള്ളിന്ന് വരുന്നൊരു ചിരിയുണ്ട്. അപ്പോൾ ഈ ഉള്ളിന്ന് വരുന്നൊരു ചിരി അത് ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട്, സിറ്റുവേഷൻ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രശ്നത്തെ മാറ്റിക്കൊണ്ട് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊരു സാധനം കിട്ടും. എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറയുന്ന സാധനം എന്താ അറിയോ? ഞാൻ എപ്പോഴും ഈ ചിരിച്ചിട്ടാന്നുള്ളതാണ്. ഇത് നെഗറ്റീവ് ഉണ്ട് ഇതിന്. പക്ഷേ നോർമലി ഞാൻ ഇങ്ങനെയാണ്. അപ്പം ചിരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത്, നമ്മൾ ചിരി കൊടുക്കുന്നു, തിരിച്ച് ചിരി വാങ്ങുന്നു. എത്രയൊക്കെ നമ്മൾ ടെൻഷനിലാണെങ്കിലും ഒരാളുടെ ചിരി കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ അൻപ്, സ്നേഹം എന്ന് പറയുന്നതൊക്കെ നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ആ സാധനം എപ്പോഴും ഇങ്ങനെ വേണമെന്ന് വെച്ചിട്ട് നമ്മളാരോ ആണ് ആനപ്പുറത്തിരിക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കിട്ടില്ല. നമ്മളും നന്നായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ, അത് ആരെയാണെങ്കിലും തിരിച്ചിട്ട് ഇതേപോലെ തന്നെ ഈ സ്നേഹം കിട്ടും. അപ്പം നമ്മളെ മക്കളുടെ അടുത്തൊക്കെ പറയേണ്ട കാര്യം അത് തന്നെയാണ്. നന്നായിട്ട് ആൾക്കാരെ സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. അത് മനുഷ്യന്മാരെ മാത്രമല്ല, മൃഗങ്ങളെയും പ്രകൃതിയെയും നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പാണ് പ്രകൃതി നമുക്ക് എത്രയോ പണികൾ തന്നിട്ടുണ്ട്, നമ്മളൊക്കെ അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും നമ്മൾ സ്നേഹിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ലാണ്ട് നമുക്ക് ഹാപ്പി ആയിട്ട് പോവാം. എല്ലാവരും ഹാപ്പി ആയിരിക്കണം, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. അതുതന്നെയാണ് ആഗ്രഹം. ഈ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മരണങ്ങളോ അതൊന്നും നമ്മൾ ആരും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതിന് നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും? മിനിമം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മുടെ കൂടെയുള്ളവരെ ഹാപ്പി ആക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ അതെ വെളിച്ചാവുക. നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഇത്രയും രസകരമായ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരികയാണ്. ഏതായാലും നമ്മുടെ ക്യൂരിയസ് 4.0 എന്ന് പറയുന്ന ഈ ആഘോഷം, ഇത് കേവലം പാലിയേറ്റീവിന്റെ മാത്രം ഒരു ആഘോഷമല്ല, കമ്പാഷന്റെ, അതായത് കരുണാതുരതയുടെ തന്നെ ഏറ്റവും വലിയൊരു ആഘോഷമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തന്നെ ഇടയ്ക്ക് ഇത് കാണുന്ന ചെറിയ 10% വരുന്ന ഇരുളാണെങ്കിൽ പോലും അതുകൊണ്ട് പോലും ആശങ്ക ഉണ്ടാകുന്ന ആളുകളുണ്ടെങ്കിൽ അതും മാറട്ടെ. ഇത് മുന്നോട്ടുള്ള ഭാവി എന്ന് പറയുന്നത് ശോഭനം തന്നെയാണ്, അതിൽ പ്രതീക്ഷ തന്നെയാണുള്ളത്. എല്ലാ കാലത്തും ഉള്ള ഇരുട്ട് തന്നെ ഉണ്ടായിട്ടുള്ളൂന്നും ഇനി മുന്നോട്ടും പോകേണ്ടത് നല്ല ഇരുളിൽ നിന്ന് മാറ്റി വെളിച്ചം കൊണ്ടുവരുന്ന പാതയിൽ കൂടെയാണെന്ന് കാണാനും അതിന് നമ്മൾ മാതൃകകൾ സൃഷ്ടിക്കുകയും അത് കാണിച്ചു കൊടുക്കുകയും വേണം എന്നുള്ളതും, അടുത്ത ഒരു തലമുറയെ, നമ്മുടെ മുമ്പത്തെ ഒരു തലമുറയും നമുക്ക് മാതൃകയായിട്ടുള്ള തലമുറയും മനോഹരനെ പോലുള്ള ആളുകളും എല്ലാവരും പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മളൊക്കെ കാണുന്നത് എന്നുള്ളതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് പ്രതീക്ഷയോടെ തന്നെ നമ്മൾ ഇനിയും മുന്നോട്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നിർത്തുകയാണ്. ഇവര് 2 പേരും ഇപ്പോൾ നജീബ് പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യുന്ന ഒരു ഉദ്ദേശശുദ്ധിനെ കുറിച്ചിട്ടും കൂടി നമ്മൾ സ്വയം ബോധവാന്മാരാവണമെന്ന്. നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ക്ഷണിച്ചപ്പോൾ 2 പേരും വേറെ ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഈ ഒരു കോസ്, അതിൻ്റെ ഒരു വിജയം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആശയം കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ള ഒരേ ഒരു ആഗ്രഹത്തോടെ, അത് മാത്രം ഇതിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിച്ചാണ് ഇതിന് നമുക്ക് വേണ്ടി എത്തിയിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഔപചാരികതയുടെ പേരിൽ നമ്മൾ അവർക്കൊരു ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ എന്നുള്ള രീതിയിലൊരു കാര്യം, നമ്മുടെ സ്നേഹസമ്മാനം അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചതിന് ശേഷം നമുക്കത് അതിൻ്റെ ചെയ്യാം. സംഭാഷണങ്ങൾ അറിവുകൾ പങ്കുവെക്കുന്നതും തിരിച്ചറിവുകൾ ഉണ്ടാക്കുന്നതുമാവാം. ഒപ്പം കേൾക്കപ്പെടുന്നതും സംസാരിക്കുന്നതും സാന്ത്വനം കൂടിയാണ്. കഴിഞ്ഞുപോയ 1 മണിക്കൂർ അത്തരത്തിലുള്ള ഒരു സമയം കൂടിയായിരുന്നു. RJ മനു സാറിനും നജീബ് കുറ്റിപ്പുറം സാറിനും ഒരുപാട് നന്ദി.